ഓക്കെ, നമുക്ക് ഞാൻ ഇത് മുംതാസിന് വേണ്ടി ഒന്നും കൂടെ പറയുന്നതാണ്, നിങ്ങൾ ചെയ്തോ. നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷനിൽ എക്സും വൈ ഇസഡ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ A1 A2 A3 B1 B2 B3 C1 C2 C3 അതുപോലെ D1 D2 D3 എന്താ നമ്മൾ എടുത്തെഴുതി. A1 3 ആണ്, A2 1 ആണ്, A3 2 ആണ്. ഇവിടെ B1 -4 B2 1 B3 3 and C1 is 2 C2 -2 and C3 1 ആണ്. D1 D2 D3 ആണ്, -6 -1 5 റെസ്പെക്റ്റീവ്ലി. അപ്പൊ നമുക്ക് ആദ്യം ഡി കണ്ടുപിടിക്കണം. ഡി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല ഇതാണ്. A1 B1 C1 A2 B2 C2 A3 B3 C3. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്തൊക്കെയാണെന്ന് നമ്പേഴ്സ് എടുത്തെഴുതി. ഇതൊരു 3x3 മെട്രിക്സ് ഫോർമുല കിടക്കുന്ന ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ A11 into C11 plus A12 C12 plus A13 C13 ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ C11ഉം C12ഉം C13ഉം കിട്ടിയവരൊന്ന് പറഞ്ഞേ. A11 3 ആണ്. C11 എത്ര കിട്ടി? എത്ര കിട്ടി? അല്ല 3. C11 1 minus -6 വരും. അപ്പൊ 1 plus 6 7 വരും അല്ലേ? 7 അല്ലേ? 1 minus ഹലോ അൽബിറ്റ കേക്കത്തില്ലേ? ഹലോ അൽബിറ്റ കേക്കുന്നില്ലേ? വിട്ട് വരുന്നു മിസ്. ഒരു മിനിറ്റ്. കേക്കാം. ഇപ്പൊ കേക്കാവോ? കേക്കാം. ഓക്കെ, കേക്കാം മിസ്. അപ്പോ C11 എത്ര കിട്ടി? C11 7 കിട്ടി. 7 കിട്ടി. ഓക്കെ, C11 7. എല്ലാവർക്കും കിട്ടിയോ? C11 7 പ്ലസ് A12 എന്ന് പറഞ്ഞാൽ -4 ആണ്. -4 into C12 ചെയ്തേ. -5 ആണ്. -5 ആണോ കിട്ടുന്നേ? ആണോ? -5 ആണോ +5 ആണോ? C12 +5 അല്ലേ? 1 2. അപ്പൊ 1 minus -2 വരും. ലൈക്ക് 1 minus -4 എന്ന് വരും. അപ്പൊ പ്ലസ് വരും. അപ്പോ മൈനസ് വരണം അല്ലേ? ഇവിടെ മൈനസ് വരണം. ശരിയാ, -5 വരും. ഇത് പോവും. നമുക്ക് 1 minus 2 into -2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 minus -4 വരും. രണ്ടോട് ചെയ്യുമ്പോൾ 5 വരും. പക്ഷെ നമുക്ക് -1 raised to 3 വരുന്നത് കൊണ്ട് ഇത് -5 വരും. -4 into -5 പ്ലസ് A13 5 ആണ്. C13 3 minus 2 1 minus 3 plus 1 4 ആയതുകൊണ്ട് 1 തന്നെ വരും. 1. അപ്പൊ എത്ര കിട്ടും മൊത്തം ഇത് ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്കും? ഡി എത്ര കിട്ടും? 21 plus -20 plus 5 എന്ന് വരും അല്ലേ? 21 plus -20 plus 5. പക്ഷെ ക്വസ്റ്റ്യൻ ബുക്കിൽ അങ്ങനെ അല്ലല്ലോ വന്നേക്കുന്നത്. ശരിയാ, -4 into -5 plus 20. ഓക്കെ, അപ്പൊ എത്ര വരും മൊത്തം? 46 വരും അല്ലേ? 46. അപ്പൊ ഈ ഡി എന്ന് പറയുന്നത് 46 കിട്ടും. ഡി 46 കിട്ടും. ഡി കിട്ടിയോ എല്ലാവർക്കും? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? D1ഉം D2ഉം D3ഉം കണ്ടുപിടിക്കണം. ഇതുപോലെ തന്നെ കുറച്ച് മെനക്കേടാണ്, പക്ഷെ 15 മാർക്ക് സുഖമായിട്ട് കിട്ടും. D1ഉം D2ഉം D3ഉം കണ്ടുപിടിക്കണം. D1 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? A1 A2 A3ക്ക് പകരം D1 D2 D3 കൊടുക്കുക. B1 B2 D3 C1 C2 C3. അതുപോലെ തന്നെ D2 കണ്ടുപിടിക്കുക. ഇതെല്ലാം നിങ്ങൾ കണ്ടുപിടിച്ച് പറയണം കേട്ടോ. D2 കണ്ടുപിടിക്കാൻ A1 A2 A3 D1 D2 D3
C1 C2 C3. പിന്നെ നമുക്ക് D3 കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? D3 കണ്ടുപിടിക്കാൻ A1 A2 A3 B1 B2 B3 D1 D2 D3 ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഇത് മൂന്നും കണ്ടുപിടിച്ച് പറയാം. കിട്ടുമ്പോ ആൻസർ പറയണം കേട്ടോ. D1 D2 D3. D1 38 അല്ലേ? D1 38 അല്ലല്ലോ. D1 ഒന്നുകൂടെ ചെയ്ത് നോക്കിയേ. D2 കിട്ടിയോ? എത്ര കിട്ടി? 32 ആണോ? 32 അല്ലല്ലോ. ഒന്നുകൂടെ ശ്രദ്ധിച്ച് ചെയ്തേ. D1 ഇവിടെ ഒന്ന് വാല്യൂസ് പറഞ്ഞേ. D1 എത്രയാ? D1 D2 D3 6 -6 -1 5 D1 D2 D3 -5 ആണോ? ഫസ്റ്റ് -5 ആയിരുന്നോ? +5 അല്ലേ? B1 B2 B3 യോ പറഞ്ഞേ? -4 1 3 5 -2 1 ഇതല്ലേ? ഇതിന്റെ ഡിറ്റർമിനന്റ് ഒന്ന് കണ്ടുപിടിച്ചേ. ഞാൻ ക്വസ്റ്റ്യനകത്ത് -6 കണ്ടില്ലായിരുന്നു. മൈനസ് ഇട്ടില്ലേ? +6 സൈൻ മാറിപ്പോയാ തെറ്റിപ്പോവും. ഒന്നും കൂടെ ശ്രദ്ധിച്ചേ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് -6 ഇൻറ്റു C11 ചെയ്യണം. അപ്പൊ 1 മൈനസ് -6 1 മൈനസ് -6 എന്ന് പറയുമ്പോ 7 ആണ്. 7 -6 into 7 plus -4 into -1 minus -10. -1 minus -10 എന്ന് പറയുമ്പോൾ 10 - 1 9. പക്ഷെ അത് രണ്ടാമത്തേലായോണ്ട് -9 വരും. Plus 5 into -3 - 5. That is equal to -8 അല്ലേ? ആണോ? ഇത് നമുക്ക് C13 3 + 1 4 -8 തന്നെ വരണം. Equal to -42 plus 37 36 plus -40. എന്തോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഒന്നുകൂടെ റീചെക്ക് ചെയ്യണേ. D1 76 ആണ് മിസ്സേ. 76 അല്ല, ഞാൻ ചെയ്ത് നോക്കിയില്ല. C11 9 എനിക്ക് മാത്രം 9 കിട്ടി.
ഒരു മിനിറ്റ്, നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് ചെയ്യേണ്ടത് A11 നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞു ചെയ്യണേ. A11 C11 പ്ലസ് A12 C12 പ്ലസ് A13 C13 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം M11 കണ്ടുപിടിക്കണം. M11 കണ്ടുപിടിക്കുമ്പോൾ എത്ര വരും? 1 മൈനസ് 3 ഇൻറ്റു -2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് -6 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 എന്ന് വരും. കിട്ടിയോ? M11 7 കിട്ടിയോ എല്ലാവർക്കും? പിന്നെ നമ്മൾ M12 കണ്ടുപിടിക്കണം. M12 കണ്ടുപിടിക്കുമ്പോൾ -1 മൈനസ് -10 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് അല്ല +9 അല്ലേ? -1 മൈനസ് -10. അപ്പൊ 10 - 1 9. M12 9 എന്ന് കിട്ടും. M13 ബുക്കിലെ തെറ്റാ. M13 ചെയ്യുമ്പോൾ 13 എത്ര കിട്ടും? -3 മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു -8 എന്ന് വരും. അപ്പൊ നമുക്ക് -6 ഇൻറ്റു C11 എന്ന് പറയുമ്പോൾ അത് തന്നെയാണ്, C11 7 തന്നെ വരും. പ്ലസ് -4 ഇൻറ്റു C12 എന്ന് പറയുമ്പോൾ സൈൻ മാറ്റണം, -9 പ്ലസ് A13 എന്ന് പറയുമ്പോൾ 5 ആണ്. 5 ഇൻറ്റു C13 എന്ന് പറയുമ്പോൾ സൈൻ മാറ്റണ്ട, അത് തന്നെ ഉള്ളൂ, -8. അപ്പൊ എത്ര വരും? -42 പ്ലസ് -36 പ്ലസ് -40 എന്ന് വരും അല്ലേ? കറക്റ്റ് അല്ലേ? അല്ല, +36 ആണ്. -42 പ്ലസ് 36 പ്ലസ് -40. അപ്പൊ എത്ര വരും? -42 പ്ലസ് 36 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് -36 4 40 6 -6 വരും അല്ലേ? -6 പ്ലസ് -40 ദാറ്റ് ഈസ് ഈക്വൽ ടു -46 എന്ന് കിട്ടും. -46 എന്ന് കിട്ടും. ബുക്കിൽ ആൻസർ കിട്ടിയിരിക്കുന്നത് -46 ആണ്. പക്ഷെ അതിൽ സ്റ്റെപ്പിൽ എന്തോ തെറ്റുണ്ട്. അപ്പോ അത് നിങ്ങൾ നോക്കി ചെയ്യണം. സ്റ്റെപ്പിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പേജ് നമ്പർ 168. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്താൽ മതി. തൽക്കാലം നമുക്ക് നിങ്ങൾക്ക് D1 കിട്ടിയോ? -46 കിട്ടിയോ? കിട്ടിയോ? ടെക്സ്റ്റില് D46 D1 -46 ഓക്കെ അല്ലേ? ഇനി D2 കണ്ടുപിടിച്ചേ. D2 കണ്ടുപിടിച്ചേ. D2 കണ്ടുപിടിച്ചേ. അൽക്ക D2 കിട്ടിയോ?
92 കിട്ടിയോ? ഓക്കെ, T2 92 ആണ്. എല്ലാവർക്കും കിട്ടണം കേട്ടോ. 92 T2 92. T2 92. മമ്മി ഡെൽവിൻ എവിടെ പോവാ? ആ 92 അല്ലേ? 92. ആ 92. ഇനി D3 ചെയ്തേ. D2 92 ആണ്. D3. D3 എത്ര കിട്ടുന്നു എന്ന് പറയണേ. എത്രയാ? 46 കിട്ടിയോ? ഓക്കെ, D3 46 കിട്ടണം. എല്ലാരും ചെയ്തേ. 46 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയേ. D1 D2 D3. D3 46 കിട്ടുമ്പോ പറയണം കേട്ടോ. ആ, 46 ആയി. കിട്ടി. അൽബീറ്റയ്ക്ക് കിട്ടിയോ? ക്രിസ്റ്റീനയ്ക്ക് കിട്ടിയോ? വേഗം ചെയ്. D3 46 കിട്ടണം. കിട്ടിയോ? ഓക്കെ, D1 D2 D3 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ X Y Z കണ്ടുപിടിക്കുക. X ഈക്വൽ ടു D1 by D. D1 is -46 ഡിവൈഡഡ് ബൈ D 46 ആണ്. അപ്പൊ X ഈക്വൽ ടു -1. Y ഈക്വൽ ടു D2 എത്രയാ? 92 ഡിവൈഡഡ് ബൈ D ഈക്വൽ ടു 46, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അതുപോലെ D3 ഈക്വൽ ടു 46, D is equal to 46 equal to 1. Therefore, X equal to -1, Y equal to 2, Z equal to 1. ഇങ്ങനെ X, Y, Z ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ക്ലിക്കായോ? ക്ലിയർ ആണോ? അപ്പൊ ഇല്ലസ്ട്രേഷൻ 38 ഹോംവർക്ക്. ഇല്ലസ്ട്രേഷൻ 38 ഹോംവർക്ക്. അവിടെ ഇക്വേഷൻ 2y minus 3z equal to 0. അതുപോലെ തന്നെ x plus 3y equal to -4, 3x plus 4y equal to 3. ഇതിൽ ശരിക്കും പറഞ്ഞ എക്സും വൈയും ഇസഡും എല്ലാം ഉണ്ട് അല്ലേ? പക്ഷെ എല്ലാ ടേംസിലും എല്ലാം ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? എക്സ് ഇല്ലാത്തടത്ത് നമ്മൾ
0x plus 2y minus 3z equal to 0 എന്നാക്കണം. ഇവിടെ ആണെങ്കിൽ x ഉണ്ട്. x plus 3y plus 0z equal to minus 4 എന്നാക്കണം. ഇവിടെ നമുക്ക് x ഉം y ഉണ്ട്. 3x plus 4y plus 0z equal to 3 എന്നാക്കണം. ഇക്വേഷൻ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് വേണം. അപ്പൊ a1 ഇവിടെ 0 ആണ്, a2 1 ആണ്, a3 3 ആണ്. അങ്ങനെ എടുത്ത് വേണം ചെയ്യാൻ. വേരിയബിൾസിനോ അല്ലെങ്കിൽ കേട്ടില്ല. നമ്മൾ വണ്ണല്ലേ കൊടുത്തേ മറ്റേത് ചെയ്തപ്പോ? ഇവിടെ 1 ആ. ഇവിടെ ഇല്ലാത്തവർക്ക് നമുക്ക് 1 കൊടുക്കാൻ പറ്റില്ലല്ലോ. 1 കൊടുത്താൽ നമ്മുടെ ഇക്വേഷൻ മാറിപ്പോയില്ലേ. നമ്മുടെ ഇക്വേഷൻ 2y minus 3z ആണ്. പക്ഷെ നമുക്ക് a1 ഇല്ലാതെ ഇത് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ a1 എന്ന് പറയുന്നത് 0 ആയിട്ട് അങ്ങ് കൊടുത്തു. അപ്പൊ നമുക്ക് നഷ്ടമില്ല. 0x എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. നമ്മുടെ ഇക്വേഷനിൽ ഒരു ചേഞ്ചും ഇല്ല. പക്ഷെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇല്ലാത്ത സ്ഥലത്തെല്ലാം 0x ഇവിടെ രണ്ടിടത്ത് z ഇല്ലായിരുന്നു, അവിടെ രണ്ടിടത്ത് 0z ഇട്ട് കൊടുത്തു. അപ്പൊ നിങ്ങൾ a1 എടുക്കുമ്പോ 0 എന്ന് എടുക്കണം. അതുപോലെ തന്നെ ഇവിടെ എന്താ c2 0 ആയിട്ട് വരും, c3യും 0 ആയിട്ട് വരും, a1 ഉം 0 ആയിട്ട് വരും. ബാക്കിയുള്ളതിനെല്ലാം വാല്യൂസ് ഉണ്ട്. ഇത് b1, ഇത് c1, ഇത് a2, ഇത് b2, c2 0, ഇത് a3, ഇത് b3, c3. ഹോംവർക്ക് ആയിട്ട് ചെയ്യോ? ഓക്കെ ആണോ? ഹോംവർക്ക് ആയിട്ട് ചെയ്യോ? അതില് ക്വസ്റ്റ്യൻ ബുക്കിലുള്ള ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ ആ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒന്ന് ക്ലാസ് ചെയ്യാം. ചെയ്ത് നോക്കുക. കിട്ടും, എളുപ്പമാണ് ചെയ്യാൻ. കാരണം എല്ലാം 0 വരുന്നത് കൊണ്ട് തന്നെ മിക്കതും ക്യാൻസൽ ആയി പൊക്കോളൂ. അപ്പൊ ചെറിയ ചെറിയ നമ്പേഴ്സ് വരത്തുള്ളൂ. ഓക്കെ, മൈനസ് സൈനും പ്ലസ് സൈനും ഒക്കെ ഇടുന്നത് ശ്രദ്ധിച്ചിടുക. ഇനി പേജ് നമ്പർ 173 മുതൽ പേജ് നമ്പർ 173 എടുത്തേ. അവിടെ നമ്മൾ അഡ്ജോയിന്റ് വരെ ഉള്ളതല്ലായിരുന്നോ ഹോംവർക്ക് ആയിട്ട് ചെയ്തത്? അപ്പൊ ഇനി നമുക്ക് സെക്ഷൻ 4.9 മുതൽ സെക്ഷൻ 4.10 സെക്ഷൻ 4.9 4.10 ഹോംവർക്ക്. ഈ 4.10 ഇസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് 15 മാർക്ക് എസ്എക്ക് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. ഗ്രാമേഴ്സ് റൂൾ ഉപയോഗിച്ച് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് 15 മാർക്കിന് എസ്എക്ക് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. അപ്പൊ എക്സും വൈ ഇസഡും കണ്ടുപിടിച്ച ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ 15 മാർക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കണം. ഗ്രാമേഴ്സ് റൂൾ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് അവിടെ ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ട്. 10 എണ്ണവും വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം സെക്ഷൻ 4.10. കേട്ടോ? ചെയ്യുവോ? അതിന്റെ ആൻസേഴ്സ് ഒക്കെ അതിന്റെ ബാക്കിൽ സെക്ഷനിൽ കൊടുത്തിട്ടുമുണ്ട്. ആൻസർ ഒക്കെ കറക്റ്റ് അല്ലേ എന്നൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യണം. ഓക്കെ ആണോ? ഗ്രാമേഴ്സ് റൂൾ വെച്ച് ചെയ്യണത് മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഹോംവർക്ക് എഴുതിയെടുത്തല്ലോ അല്ലെ? ഹോംവർക്ക് സെക്ഷൻ 4.9 4.10 ഹോംവർക്ക് ആണ്. പിന്നെ നമുക്ക് ഇല്ലസ്ട്രേഷൻ 38 ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ അതോടുകൂടി നമ്മുടെ മെട്രിസസ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രോബബിലിറ്റി സ്റ്റാർട്ട് ചെയ്യാം. മെട്രിസസ് കഴിഞ്ഞു, പ്രോബബിലിറ്റി അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. പ്രോബബിലിറ്റി ആദ്യത്തെ ഒക്കെ കുറെ തിയറി ആണ്, നമുക്ക് കുറച്ച് സ്പീഡിൽ പോവാം. ബാക്കി മൾട്ടിപ്ലിക്കേഷൻ തിയറം, അഡീഷൻ തിയറം ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ കോമ്പിനേഷൻസ് ഉണ്ട്. ഇത്രയും കൂടെയാണ് നമുക്കിനി നോക്കാനുള്ളൂ. ലാസ്റ്റ് മൊഡ്യൂൾ ആക്ച്വലി ഞാൻ അധികം എടുക്കുന്നില്ല, കാരണം അത് കൂടുതലും തിയറി ആണ്. പിന്നെ ഏരിയ അണ്ടർ എ കർവ് ഒക്കെ വളരെ റെയർ ആയിട്ട് മാത്രം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു റീജിയൻ ആണ്. പൊതുവെ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ചോദിച്ചു കണ്ടില്ല. ഏരിയ അണ്ടർ എ കർവ് ഒന്നും അത്ര അങ്ങ് ചോദിക്കാറില്ല. പക്ഷെ ഏരിയ അണ്ടർ ദ കർവ് എക്കണോമെട്രിക്സിൽ നമുക്ക് ആവശ്യം വരും. ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിന് ഈ പറഞ്ഞിരിക്കുന്ന ഏരിയ കർവ് ഒക്കെ വരച്ച് പഠിക്കണം. അതപ്പോ നോക്കാം. അപ്പം നമുക്കിനി പ്രോബബിലിറ്റി അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. മനസ്സിലായോ ഇന്ന് പഠിപ്പിച്ചൊക്കെ? ഇനി ഒരു മൊഡ്യൂളും കൂടെ കഴിഞ്ഞാൽ, പ്രോബബിലിറ്റിയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ പോർഷൻ തീരും. അപ്പൊ ഇതുവരെ ഉള്ളത് വൃത്തിയായിട്ട് പഠിക്കുക, ചെയ്ത് പഠിക്കുക, മറന്നു പോവാതിരിക്കുക. അങ്ങനെ ഓക്കെ. എല്ലാ ഹോംവർക്ക് ഒക്കെ ചെയ്യണം. പിന്നെ അതിന്റെ ഇടയ്ക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾ ആരെങ്കിലും അറിയാവുന്നവർ ചെയ്തിട്ട് അത് ഗ്രൂപ്പിൽ ചെയ്തിടുക, ഫോട്ടോയ്ക്ക് ഇടുക. അങ്ങനെ കമ്പൈൻ സ്റ്റഡി ഒക്കെ പോവാ. പിന്നെ ക്ലാസ് മിസ്സായിട്ടുള്ളവര്
കൂടെ ഉള്ള ആരോടെങ്കിലും തന്നെ പറഞ്ഞ് സൂം മീറ്റിങ്ങോ എന്തെങ്കിലും വെച്ച് ഒന്ന് ഡിസ്കസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ക്രിസ്റ്റീന ഒന്ന് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ എപ്പോഴെങ്കിലും സമയം ഉണ്ടാക്കി എടുത്തു തരാം. കുഴപ്പമില്ല. ഇപ്പം ഈ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ചും കൂടെ ഫ്രീ ആയിരിക്കുമല്ലോ, പിന്നെ എക്കണോമെട്രിക്സും മറ്റേ ട്യൂഷനും മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നോക്കാം. ഓക്കെ, അപ്പം ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ഉം.